നമ്മൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അമ്മമാർക്ക് മനസ്സിലാവും. ആ, അത് ശരിയാ. നമ്മുടെ ഓരോ ചലനങ്ങളും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാലും നമ്മൾ സൂക്ഷിച്ചാൽ മാക്സിമം ഒളിച്ചു വെക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അവരറിഞ്ഞ നമ്മളെ തമ്മിൽ അകറ്റാൻ എല്ലാ വഴികളിലൂടെയും രണ്ടുപേരും ശ്രമിക്കും. അതെ, പക്ഷെ ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും അതിനി നടക്കില്ല. ഞാൻ ഇനി ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പിച്ചതാ. ഞാനും അങ്ങനെ തന്നെ. വിധിയില്ലാതെ ഒരു ജീവിതം ഇനി എനിക്കുമില്ല. ഇനി ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല എന്ന് കരുതി എല്ലാവരും സമ്മതിക്കാതെ നമുക്ക് വിവാഹം കഴിക്കാനും പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ വിവാഹം കഴിച്ച അതിന്റെ പേരിൽ കുടുംബങ്ങളിൽ വലിയ വഴക്കുകൾ ഉണ്ടാവാനും ബന്ധങ്ങൾ പിരിയാനും സാധ്യതയുണ്ടാവും. നമ്മൾ കാരണം അങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോവാൻ. പക്ഷേ നമ്മളെ സഹായിക്കാൻ ആരും നമുക്കിപ്പോൾ ഉണ്ടാവില്ല. എത്ര നാൾ ഇവരോടൊക്കെ എതിർത്ത് നമുക്ക് നിൽക്കാൻ പറ്റും? അങ്ങനെ ആരുമില്ലാത്ത അവസ്ഥയൊന്നും വരില്ല. നമ്മുടെ അവസ്ഥ പറഞ്ഞാ നമ്മളെ മനസ്സിലാക്കാനും സഹായിക്കാനും ഒരാളുണ്ടാവും. അതുറപ്പാ. ആരാ? വിശാലാണോ? അല്ല, മീര. മീര നമ്മളെ സഹായിക്കുന്ന എന്റെ മനസ്സ് പറയുന്നേ. പിന്നെ മീര പറഞ്ഞ ആദർശേട്ടനെ ഹെൽപ്പ് ചെയ്യും. വിശാലേട്ടന്റെ കാര്യത്തില് എനിക്ക് അത്ര ഉറപ്പില്ല. ലോകം മുഴുവൻ സഞ്ചരിച്ചെന്നൊക്കെ പറഞ്ഞാലും കാര്യത്തോടെ എടുക്കുമ്പോ ഉള്ളിലെ ആങ്ങള ശൗര്യം പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതിന് വളം വയ്ക്കാൻ അമ്മയുടെ വാക്കുകളുണ്ടാവും. ആ, താൻ പറഞ്ഞത് ശരിയാ. മീര നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. വേറെ വഴിയില്ലാത്തൊരവസ്ഥ വന്നാൽ മീരയോട് നമുക്ക് കാര്യങ്ങൾ പറയാം. ആദർശേട്ടന് നമുക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. എന്റെ റിസർച്ച് കഴിയാറായി. അമ്മ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ എല്ലാം പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞാ ഞാൻ ഉഴപ്പിയിരുന്നത്. പക്ഷേ റിസർച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി. അപ്പോ വിദ്യക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങാൻ സാധ്യതയുണ്ടല്ലേ? ഉണ്ട്. അപ്പോ ഞാനൊരു കല്യാണ മുടക്കിയുടെ വേഷത്തില് ഇറങ്ങേണ്ടി വരുമോ? കല്യാണ മുടക്കിയുടെ വേഷത്തിൽ ഇറങ്ങുന്നതാണോ എളുപ്പം, അതോ കല്യാണ ചെക്കന്റെ വേഷത്തിൽ ഇറങ്ങുന്നതാണോ എളുപ്പം? ഒരു ഉറപ്പുള്ള ജോലി പോലും എനിക്കില്ലടോ. ഈ സമയത്ത് ഞാൻ എങ്ങനെ കല്യാണ ചെക്കന്റെ വേഷം ഇടാന്? റിസർച്ച് കഴിഞ്ഞാ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ലെക്ചറർ ആയെങ്കിലും എനിക്ക് കയറാൻ സാധിക്കും. നമ്മളിൽ ഒരാൾക്ക് ജോലിയുണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ട്. പക്ഷേ ഇതാരെങ്കിലും അംഗീകരിക്കും തോന്നുന്നുണ്ടോ? തന്നെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഭാവി നമ്മുടെ മുന്നിൽ അനിശ്ചിതത്വത്തോടെ നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന സൂരജിന്റെ അഭിപ്രായം? സത്യം പറഞ്ഞ ഉടനെ ഒരു മറുപടി പറയാവുന്ന അവസ്ഥ എനിക്കില്ല. നമ്മൾ ആലോചിച്ച് ഒരു വഴി കണ്ടെത്തണം. തൽക്കാലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ആരും അറിയാതെ നോക്കണം. കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നുള്ളൊരു അവസ്ഥ ഉണ്ടായ ആ സമയത്ത് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. നമുക്കൊന്ന് ആദർശിന്റെ വീട് വരെ പോണ്ടേ ഹരിയേട്ടാ? അതൊന്നും വേണ്ട ബീന. വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ല. ആ വീട്ടിൽ പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളവിടെ പോയി തിരക്കേണ്ടതല്ലേ? ഇല്ലെങ്കിൽ അവരെന്ത് കരുതും? വീടാവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് അവര് തന്നെ പരസ്പരം പറഞ്ഞു തീർക്കുക വേണ്ടത്. പുറത്തുള്ള നമ്മൾ അതിൽ ഇടപെട്ട് കഴിയുമ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. പിന്നെ അതിന്റെ കുറ്റം വരുന്നത് മീരമോൾക്കായിരിക്കും. അവൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് നമ്മളെ അറിയിക്കുകയാണെന്നുള്ള രീതിയിലേക്ക് മാറും. അത് ശരിയാ. ആ അഭിരാമി എന്ന് പറയുന്ന പെണ്ണിനാണെങ്കിൽ ഒരു തരി വിവരമില്ല. എന്ത് കാര്യം വന്നാലും അതിന്റെ എല്ലാം പേരില് മീരെ ദ്രോഹിക്കാനാ അവള് നോക്കുന്നത്. അതൊക്കെ മാറും ബീന. അഭിരാമി മീരയെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും എന്നുള്ളത് ഉറപ്പാ. ഹരിയേട്ടന്റെ ഈ വർത്താനം എനിക്കിഷ്ടപ്പെടാത്തത്. ജീവിതത്തിന്റെ നല്ല സമയത്തെല്ലാം സമാധാനം ഇല്ലാതെ ഇരുന്നിട്ട്
വയസ്സാം കാലത്ത് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? അത്രയ്ക്കൊന്നും താമസം വരില്ല പിന്നെ. നമ്മുടെ സൂരജിന്റെ കാര്യം തന്നെ ഓർത്തേ. മീരയും സൂരജും തമ്മിൽ പരസ്പരം സ്നേഹവും സഹകരണവും ഇല്ലായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോ കണ്ടോ അവര് തമ്മിൽ ഒന്നിച്ചത്. എന്നെക്കാൾ കൂടുതൽ മീരയെ സഹായിച്ചതും ഒപ്പം നിന്നതും സൂരജല്ലേ. സൂരജിനെ പോലൊന്നും അല്ല ആ പെണ്ണ്. ആ പെണ്ണാണെങ്കിൽ അസൂയയുടെ കൂടാ. അതിന് കൂട്ടു നിൽക്കുന്ന ഒരു ഭർത്താവും ഒരമ്മയും. ആ വിഘ്നേഷിന് കഴിവുണ്ടായിരുന്നെങ്കിൽ അവള് മാറിയനെ. ഇത് അതുമില്ല. അങ്ങനെയൊന്നും പറയാതെ ബീനെ. ആ പയ്യൻ നിസ്സഹായനാവും. അല്ലെങ്കിൽ പിന്നെ ഭാര്യ വീട്ടിൽ വന്ന് ഇങ്ങനെ താമസിക്കൂ? അന്തസ്സുള്ള ആണുങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? ഡേ ഹരിയേട്ട, മീരമോള് വാ മോളെ. വാ ഇരിക്കെ. ഞങ്ങൾ മോളുടെ കാര്യം സംസാരിക്കായിരുന്നു. അതെയോ? എന്തായി മോളെ അവിടുത്തെ പ്രശ്നങ്ങള്? കാര്യങ്ങളൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ബീനാമ്മേ. എന്താ മോളെ പുതിയ പ്രശ്നം? അഭിശേഷിക്കിപ്പോ ദേവ ബിൽഡേഴ്സ് എന്ന പേര് കൂടി വേണമെന്നാ പറയുന്നത്. അതെന്ത് വർത്തമാനാ? അത് ആദർശിന്റെയും കൂടെ കഷ്ടപ്പാടല്ലേ ആ സ്ഥാപനം? ആദർശനാണ് കമ്പനി ഈ ലെവലിൽ എത്തിച്ചത്. എങ്കിലും ആദർശന്റെ അഭിശേഷിയുടെ അച്ഛനല്ലേ കമ്പനി ഉണ്ടാക്കിയത്. അപ്പോ ചേച്ചിക്കും അതിൽ തുല്യ അവകാശം ഉണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് ആദർശ് എന്തു പറഞ്ഞു മോളെ? ആദർശേട്ടൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. തരാൻ പറ്റില്ല എന്നങ്ങ് തുറന്നു പറയണം. അല്ല, നിങ്ങളൊക്കെ എന്തിനാ അവളെ ഇങ്ങനെ പേടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പേടിയല്ല ബീനമ്മേ. അഭിചേച്ചിക്കൊപ്പം നമ്മളും കൂടി വാശി കാണിച്ചാ വീട്ടിൽ വലിയ വഴക്കാവും. അത് ഒഴിവാക്കാൻ ഞാൻ കൂടി പറഞ്ഞിട്ടാ ആദർശേട്ടൻ പ്രശ്നത്തിൽ നിന്ന് നിൽക്കാത്ത. അതാ നല്ലത് മോളെ. മനുഷ്യന് ഏറ്റവും വലുത് മനസമാധാനമാണ്. അത് പോയിട്ട് എന്തുണ്ടായിട്ട് എന്താ കാര്യം? സത്യം പറഞ്ഞ ഇപ്പോ വീട്ടിലൊരു സമാധാനവും ഇല്ല. ആരും പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല. മാധവ മാഡത്തിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? അമ്മ വലിയ വിഷമത്തിലച്ഛാ. ആ തള്ളയ്ക്ക് അത് തന്നെ വരണം. അവരല്ലേ മകളെ പിടിച്ചവിടെ നിർത്തിയത്. അഭിരാമി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ഈ ആവശ്യം അംഗീകരിക്കരുതെന്ന് മോൾ ആദർശനോട് പറയണം. നിങ്ങൾ താണുകൊടുത്ത അഭിരാമിക്ക് വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ കൂടും എന്ന് കരുതി വാശി കാണിച്ചുകൊണ്ടിരുന്നാൽ നഷ്ടം രണ്ടു കൂട്ടർക്കും അല്ലേ? എന്റെ ഹരിയേട്ടം, ഈ അവസരത്തിൽ ഇങ്ങനെയാണോ മീരയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ആദർശ് അറിയപ്പെടുന്നത് പോലും ദേവ ബിൽഡേഴ്സിന്റെ പേരില. അത് നഷ്ടപ്പെടുത്തിയ പിന്നെ മീരയ്ക്കും ആദർശനും മുന്നോട്ട് ജീവിക്കണ്ടേ? ആ കമ്പനി ഒന്നിൽ ഒതുങ്ങുന്നതല്ലോ. ആ കുടുംബത്തിന്റെ സമ്പത്ത് അത് അഭിരാമിക്ക് വിട്ടുകൊടുത്താലും അതിലും വലുതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിയും കഴിവും ആദർശിന് മീരയ്ക്കും ഉണ്ട്. പിന്നെന്തിനാ വാശി? ഞാനും അത് തന്നെ ആദർശനോട് പറഞ്ഞത്. പക്ഷേ ആദർശന് വലിയ സങ്കടമുണ്ട്. ആദർശിന്റെ അധ്വാനവും കഴിവും കൊണ്ടുണ്ടാക്കിയ പേര് കൈക്കലാക്കി ജീവിതത്തിൽ എളുപ്പവഴി കണ്ടെത്തി ജീവിക്കാനാ അഭിരാമി ശ്രമിക്കുന്നത്. കുറുക്ക് വഴിയിലൂടെ ജീവിക്കാൻ നോക്കുന്നവർ വിജയിച്ച ചരിത്രമില്ല ബീനെ. എന്ത് വിട്ടുകൊടുക്കാനും എനിക്ക് മടിയില്ല അച്ഛാ. ഞാൻ ആഗ്രഹിക്കുന്നത് ആ വീടിന്റെ പഴയ സന്തോഷം മാത്രം. നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും അഭിരാമിയുടെ ഈ കാണിക്കുന്ന അഹങ്കാരം അംഗീകരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സത്യത്തിൽ അവളെ പിടിച്ച് ഇറക്കി വിടുക വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വികാരം കൊണ്ടാവരുത് പ്രതികരിക്കേണ്ടത്, വിവേകം കൊണ്ടാവണം. അത് മീരമോൾക്ക് അറിയാവുന്ന തന്നെ എന്റെ വിശ്വാസം. അമ്മയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഈ ഒരു തർക്കത്തിന് ഇനി ഞാനില്ല. ആർക്കെന്ത് കൊടുക്കണമെന്ന് ഓർത്ത് അമ്മയും ടെൻഷൻ ആവണ്ട. അഭി ചോദിച്ചതെല്ലാം
അഭിക്ക് തന്നെ കൊടുത്തേക്ക്. കമ്പനിയും ടൈറ്റിലും ഒക്കെ അഭി തന്നെ എടുത്തോട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മോനെ. നീ നമ്മുടെ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കമ്പനിയുടെ MD ആക്കിയത്. എന്നിട്ട് പെട്ടെന്നൊന്നും അറിയാത്ത അഭിക്ക് ഇതെല്ലാം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാ ഞാനത് എങ്ങനെ അംഗീകരിക്കാനാ? അമ്മ, എഴുതി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ വീണ്ടും ഇവിടെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവും. അതെല്ലാം ഒഴിവാക്കാൻ ഇത് അഭിക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ദേവേട്ടന്റെ സ്വപ്നമായിരുന്നു ഈ നിലയിൽ നമ്മുടെ കമ്പനി എത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പാർട്ടിഷൻ നടന്ന അതോടെ കമ്പനിയുടെ അവസ്ഥ എന്താവും? അഭിക്കൊന്നും അറിയില്ലെന്നും കമ്പനി തകരുമെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അത് അഭിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയെങ്കിലും അഭി നന്നായി കമ്പനി നോക്കാനും ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് കമ്പനി എത്തിക്കാനും ശ്രമിക്കും. അതൊക്കെ നമ്മുടെ ഊഹമല്ലേ ആദർശേ? അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ മാർക്കറ്റിനെ കുറിച്ചും കസ്റ്റമേഴ്സിനെ കുറിച്ചും മോൻ അറിയാലോ. എല്ലാം വളരെ സെൻസിറ്റീവാണ്. പല പ്രശ്നങ്ങളും അവരെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും കമ്പനിക്കൊരു ചീത്തപ്പേരുണ്ടായാൽ അത് മൊത്തം ബിസിനസ്സിനെയും ബാധിക്കും. ആ ബീച്ച് സൈഡിലെ പ്രോപ്പർട്ടിക്ക് സ്റ്റേ വന്നപ്പോൾ നമ്മളത് അനുഭവിച്ചല്ലേ. അതുകൊണ്ട് പേപ്പറിലും കണക്കുകളിലും എല്ലാം കമ്പനി നിന്റെയോ അഭിയുടെയോ ആകട്ടെ, അത് പ്രശ്നമല്ല. പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ അത് പഴയതുപോലെ തന്നെ ഉണ്ടാവണം. അതൊന്നും സാധിക്കില്ലമ്മേ. അഭിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. ഒരിക്കലും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊന്നും അഭി സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു വീതം വെപ്പിന് അഭി ആവശ്യപ്പെടുന്നത് തന്നെ അഭിയാണ് എല്ലാം ചെയ്യുന്നതെന്നും തന്നെ കൊണ്ട് എല്ലാത്തിനും സാധിക്കുമെന്നും സ്വയം തെളിയിക്കാനും ഒപ്പം മറ്റുള്ളവരെ ബോധിപ്പിക്കാനും വേണ്ടിയാ. എന്തൊക്കെയായാലും ഒരു ദിവസം എല്ലാം ഇല്ലാതാവുമെന്ന് കേട്ടിട്ടില്ലേ? ഈ ഭൂമിയും സൂര്യനും എല്ലാം അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്നല്ലേ പറയുന്നത്. അപ്പോഴാണോ ഒരു കമ്പനിയും പേരും? നമ്മൾ എന്തൊക്കെ ചെയ്താലും എല്ലാത്തിനും ഒരു വിധിയുണ്ട്. അതിനെ തടുക്കാനാവില്ല നമുക്ക്. മോന്റെ മനസ്സിൽ എത്രമാത്രം സങ്കടമുള്ളതുകൊണ്ടാ നീ ഇത്ര നിരാശയോടെ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ വിഷമങ്ങളൊന്നും കാര്യമാക്കണ്ട. ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. സന്തോഷപരമായും സമാധാനപരമായും ജീവിക്കാൻ പറ്റണം. മോനെ, ഇങ്ങനെയൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നിട്ട് സംഭവിച്ചു. നമ്മൾ വിചാരിക്കുന്നൊന്നും ആയിരിക്കില്ല ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക എന്ന് സുഭദ്രേച്ചി പറഞ്ഞത് സത്യമായിരിക്കാം. അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ അമ്മേ. സുഖമായും സന്തോഷമായും ജീവിക്കാനുള്ള സാഹചര്യവും അവസരങ്ങളും നമുക്കുണ്ടെങ്കിലും ഒരാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച് ദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രാർത്ഥനയും ആത്മീയതയൊക്കെ ജീവിതത്തിൽ വേണ്ടത്. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചാൽ കുറേയൊക്കെ ദുഃഖങ്ങൾക്കൊരു പരിഹാരമാകും. സുഭദ്രേച്ചി അങ്ങനെ സങ്കല്പിച്ച ഇപ്പൊ സമാധാനിക്കുന്നത്. ഇതൊന്നും അമ്മയോ സുഭദ്രാൻ്റെയോ കാര്യമായിട്ട് ബാധിക്കില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എന്തൊക്കെ അറിവുകൾ നേടിയാലും എന്തൊക്കെ പ്രസംഗിച്ച് നടന്നാലും സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തത്വങ്ങളെല്ലാം അർത്ഥമില്ലാത്ത വാക്കുകളായി മാറും. നമുക്കെല്ലാം ഉപദേശിക്കാനാണ് എളുപ്പം, സ്വന്തം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ അറിയില്ല. എന്തായാലും അമ്മ എടുക്കുന്ന എന്ത് തീരുമാനത്തോടും ഞാൻ യോജിച്ചു നിൽക്കും. ഞാൻ കാരണം അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഇതെൻ്റെ വാക്കാ. ഇനി അമ്മ എല്ലാ സ്വത്തുക്കളും അമ്മയുടെ പേരിൽ എഴുതി വെച്ചാലും അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. ഈ വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരുന്നാൽ മാത്രം മതി. മോൻ പറഞ്ഞത് ശരിയാ. ഇനിയുള്ള നാളുകളിൽ ഈ വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു തീരുമാനം വേണം എടുക്കാൻ. ഞാനൊന്ന് നന്നായി ആലോചിക്കട്ടെ. അതിനുശേഷം ഞാൻ തീരുമാനം പറയാം.
ഹലോ ഹലോ. സൂരജ് ഇപ്പൊ വിളിക്കുന്ന എനിക്ക് തോന്നി. ഞാൻ ഫോണിൽ നോക്കിയിരിക്കുമായിരുന്നു. അതെങ്ങനെ അറിഞ്ഞു ഞാൻ വിളിക്കുമെന്ന്? എനിക്കങ്ങനെ തോന്നി. അത് കൊള്ളാലോ. സംഭവം സത്യമായല്ലോ. അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ? അതെ. അത് എന്റെ സ്നേഹം സത്യമായതുകൊണ്ടാ സൂരജ് ചിന്തിക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നത്. സൂരജും അങ്ങനെ ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുക. അപ്പോ എന്റെ ചലനങ്ങളും അറിയാൻ പറ്റും. ഓഹോ, അപ്പോ ഞാൻ തന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ? ഇത്രയൊന്നുമല്ല, ഒരുപാട് സ്നേഹിക്കണം. ഒരുപാടെന്ന് പറഞ്ഞാ ഒരുപാട് ഇഷ്ടം വേണം. ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്നേഹിക്കണം. എടോ, അതിപ്പോ ഞാൻ എനിക്കറിയാവുന്ന പോലെ മാക്സിമം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ തന്റെ മനസ്സിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായ ഒരു പെൺകുട്ടിയോട് ഇതുപോലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെ. വെറുതെ നുണ പറഞ്ഞ് തകർക്കല്ലേ. കോളേജിലൊക്കെ പഠിച്ച് തകർത്ത് നടന്ന ആള് പെൺകുട്ടികളോട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞോ ഞാനത് വിശ്വസിക്കണോ അല്ലേ? ഞാൻ പറഞ്ഞത് സത്യവിദ്യ. അല്ലെങ്കിൽ താൻ എൻ്റെ ബാച്ച്മാറ്റ്സിനോട് ആരോടെങ്കിലൊക്കെ ചോദിച്ചു നോക്ക്. ഞാൻ ക്ലാസ്സിൽ കയറാതെ ഉഴപ്പി കിടക്കുകയും ഒരുപാട് കുരുത്തക്കേടുകൾ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കാനോ പ്രണയിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അതെന്താ പോകാതിരുന്ന? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക? എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. അത് മറയ്ക്കാൻ വെറുതെ ബലം പിടിച്ച് സിഗ്മ ബോയ് ആയിട്ട് അഭിനയിച്ച് നടക്കുമായിരുന്നു. കൊറേയൊക്കെ ശരിയാന്ന് എനിക്കറിയാം. കാരണം സൂരജ് പഠിക്കാൻ പോയ സ്ഥലത്തെല്ലാം എന്റെ ചാരന്മാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ഓർമ്മയുണ്ട്. അതെ, നാളെ എന്താ പരിപാടി? വിദ്യേ. അതെ, അമ്മ വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ദാ വരുന്നു അമ്മേ. നീ ഇത് എന്തെടുക്ക ഇവിടെ? ഞാനൊരു കോളിലായിരുന്നു. നിനക്ക് എപ്പോഴും ഈ ഫോണിൽ തന്നെ ജീവിച്ചാ മതിയോ? ഇവിടെ ജീവനുള്ള ആൾക്കാർ ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം മറക്കുന്ന എന്തിനാ? എന്താ അമ്മ ഇത്? അമ്മ എന്നെ വിളിച്ചല്ലേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങി വരാനുള്ള സമയം പോലും ആയില്ല. അതിനു മുന്നേ എന്നെ വന്ന് വഴക്ക് പറയാണോ? അത് ശരി, ഞാൻ പറയുന്നതാണോ കുറ്റം? നീ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ആരാ നിന്നെ എപ്പോഴും വിളിക്കുന്നത്? ഒരാളല്ല, പല സമയത്തും പല ആൾക്കാരല്ലേ വിളിക്കുന്നത്. വിദ്യ, ഇതൊന്നും അത്ര ശരിയായ രീതിയല്ല. എപ്പോഴാ എന്റെ നിയന്ത്രണം വിടുന്നതെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ഈ ഫോൺ എടുത്ത് തല്ലിപ്പൊടിച്ച് കളയും. അതുവരെ നീ ഇതിൽ കുത്തിക്കൊണ്ടിരിക്കും. അമ്മ ഇപ്പൊ എന്തിനാ വിളിച്ചത്? നിന്നെ ഒന്ന് കാണാൻ. എന്താ അമ്മ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ? നീ അടുക്കളയിലേക്ക് വന്നേ, എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണം. ഞാനിപ്പോ വരാം. ഏയ്, എന്റെ കൂടെ ഇങ്ങ് വന്നാ മതി. ഇനി അതിന് വേറെ മുഹൂർത്തം നോക്കാനൊന്നും പോണ്ട. വാ, വാടി. बेहद हंसी ऐसे मुझे മനോജൻ എന്താ ഫോണിൽ നോക്കിയിരിക്കുന്നത്? ഞാൻ വെറുതെ സമയം പോകാൻ വേണ്ടി വെറുതെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. വെറുതെ മകളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രായം ഇത്ര ആയിട്ടും ചെയ്തു തീർക്കാനുള്ള ജോലികളിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാനല്ലേ നിങ്ങൾക്ക് താല്പര്യം? വിദ്യയായിട്ട് വഴക്കിട്ടിട്ട് വന്നാണോ? അതെ, പെണ്ണിനിപ്പൊ പഠിക്കുമെന്നുള്ള വിചാരമൊന്നും ഇല്ല. എപ്പോഴും ഫോണിൽ കുത്തിയിരിപ്പാ. ഞാൻ അവളെ വിളിക്കാൻ മുറി ചെന്നപ്പോഴേ ആരോടോ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു.
ഞാൻ വിളിച്ചതുകൊണ്ട് ഉടനെ ഫോൺ കട്ട് ചെയ്തു. അത് താൻ വിളിച്ച് കേട്ടിട്ട് കട്ട് ചെയ്തതായിരിക്കും. അതെ, അതല്ലേ ഞാനും പറഞ്ഞത്. അതിനിപ്പോ എന്താ? ഞാൻ ചെല്ലുന്നത് മനസ്സിലാക്കി ഉടനെ കോള് കട്ട് ചെയ്യണമെങ്കിലേ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലേ? ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട്. മനോജേട്ടൻ വിദ്യയുടെ കാര്യത്തില് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. താൻ മോളെ വഴക്ക് പറഞ്ഞോ? ആ, ചെറുതായിട്ട് പറഞ്ഞു. എന്നിട്ട് മുറിന്ന് വിളിച്ചോണ്ട് പോയി അടുക്കളയിൽ കുറച്ച് ജോലികൾ ചെയ്യാൻ കൊടുത്തു. ഞാനൊരുത്തി ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ആ പാത്രങ്ങൾ കഴുകി വെക്കാനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാലോ. അത് തനിക്ക് വിദ്യയോട് പറഞ്ഞാ പോരെ? എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കണോ? പ്രായം ഇത്രയായില്ലേ, നോക്കിയും കണ്ട് ചെയ്തൂടെ? അത് ചിലപ്പോ തിരക്കിനിടയിൽ അവള് മറന്നു പോകുന്നതായിരിക്കും. താൻ ഒന്ന് ഓർമ്മിപ്പിച്ച പ്രശ്നം തീരില്ലേ? ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നെയാ എന്റെ തീരുമാനം. പക്ഷെ വിദ്യയുടെ കാര്യത്തില് മനോജേട്ടൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലാതെ പറ്റില്ല.